ഹായ്, ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഏത്തപ്പഴം കൊണ്ടൊരു പുളിശ്ശേരിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടാനുസരണം അത് അരിയുക. അതിനുശേഷം ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് നമുക്കിതൊന്ന് ചെറുതായി മൂപ്പിച്ചെടുക്കണം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് ഉള്ളി, സവാള ആയാലും കൊച്ചുള്ളി ആയാലും ഒരു കൈ നിങ്ങളുടെ ഇഷ്ടാനുസരിച്ച് എടുക്കുക. അതിലേക്ക് 2 പച്ചമുളക്, 2-3 വെളുത്തുള്ളി അല്ലി ഇതെല്ലാം ചേർത്ത് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് കറിവേപ്പിലയും കുറച്ച് വെള്ളം ഒഴിച്ച് ഇച്ചിരി ഉപ്പും ഇട്ട് നമുക്കിത് അടച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിക്കണം. എന്ന് പറഞ്ഞാൽ വെന്ത് കുഴഞ്ഞു പോവണ്ട. അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. നമ്മുടെ ആവശ്യാനുസരണം തേങ്ങ, ഒരു കഷ്ണം ഇഞ്ചി, ചുമന്നുള്ളി, കറിവേപ്പില, കുറച്ച് ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കുക. ഈ അരപ്പ് നമ്മൾ വെന്ത് വന്ന കഷ്ണത്തിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് പറ്റി തിള വരുമ്പം ആവശ്യാനുസരണം നമുക്ക് തൈര് ഒഴിക്കാം. തൈരൊന്ന് അടിച്ച് ചേർത്താലും നല്ലതാണ്. പിന്നെ കടുക് വറുത്ത് നമുക്ക് ചോറിനൊക്കെ ഉപയോഗിക്കാം. നല്ല മധുരമൊക്കെ ഉള്ള നല്ലൊരു പുളിശ്ശേരി.